അല്ല നേരെ ഇത് മൂപ്പര സ്ഥലം തന്നെയാണോ? സാറിന് നോട്ടണം, ഞാൻ റെഡിയാക്കി തരാം. നല്ല പെർഫെക്റ്റ് പാർട്ടിയാ. ഞാനൊരു തമാശ പറഞ്ഞതാണേ. മനോജ് ഈ വണ്ടി എടുത്ത്, അല്ലെങ്കിൽ ഇയാളെ ബ്രോക്കറാക്കും. ശരി നേരെ. നിന്നോട് ആരാടാ പറഞ്ഞ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ഓഫീസിൽ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കാൻ? ഞാനോട് മോഷ്ടിക്കാൻ വേണ്ടി ഒന്നുമല്ല. ഇനി മിണ്ടിയാലുണ്ടല്ലോ നിന്റെ കാലിയനായിരിക്കും. റൊട്ടേഷൻ പരിപാടി ഉണ്ടാ. പോടാ പോടാ, ഇറങ്ങി പോടാ. ഓ വലിയൊരു പബ്ലിഷർ ടൈം മാഗസിന്റെ ചീഫ് എഡിറ്ററാന്ന് വിചാരം. പോടാ. അതെ, അയാൾക്ക് വല്ല മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടാ? ഞാൻ നോക്കിയില്ല. നോക്കണ്ടേ? കൊണ്ടുപോയി കൊടു. ഓരോരുത്തരും വന്ന് കേറിയേക്കല്ലേ. സ്റ്റീഫ, സംഗതി ഞാൻ അയച്ചിട്ടുണ്ട്, നീ നോക്കിയിട്ട് പറ. പ്രേമേട്ടാ, കേന്ദ്രത്തിലെ ആ പിടി നിങ്ങള് വിടാൻ ഭാവമില്ല അല്ലേ? അത് വെറും പിടിയല്ല മനോജെ. ഇവിടെ ആരാ എപ്പോഴാ എന്താ മറുകണ്ണം ചേടാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മുകളിലൊരു പിടി എപ്പോഴും നല്ലതാ. പിന്നെ പാർട്ടി ദേശീയ നേതാവിന്റെ മരുമകളുടെ റീറ്റെയിൽ ചെയിൻ എന്താ നമ്മൾ ചെയ്ത പുളിക്കോ? സംഗതി ഡബിൾ ഓക്കെയാണ് പ്രേമേട്ട. നല്ല പൊളപ്പ സ്ഥലം. പക്ഷെ എന്റെ സംശയം, ഇതിപ്പം ടൗണിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. ഇനി കക്ഷി സമ്മതിക്കാതെ അങ്ങനെ ഇരിക്കോ? അല്ല, പൊന്നും വിലയുള്ള ഏരിയ ആണേ. പൂട്ടാറായൊരു വാരിക, നഗരമധ്യത്തിൽ ഒരു തുണ്ട് ഭൂമി, പോരാത്തതിന് പ്രാരാബ്ദവും. ആ ടെൻഷൻ നീ എനിക്ക് വിട്ടേക്കടാ. സംഗതി ഓക്കെ ആണെങ്കിൽ നിന്റെ ദേശീയ നേതാവിന്റെ മരുമകളെ വിളിച്ചു പറ പ്രേമൻ ഇടപെട്ട കേസാണെന്ന്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നിങ്ങൾ ഇടപെട്ട കേസിന്റെ വിധി സുപ്രീം കോർട്ടിൽ പോയാലും അത് നിങ്ങളുടെ തന്നെയല്ലേ. എന്തായാലും ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. ഓക്കെടാ. എന്റെ പൊന്നണ്ണാ, നമിച്ച് ലോൺ ചോദിച്ചു വന്നവനെ സ്പോട്ടിൽ തന്നെ ജപ്തി ചെയ്ത് കളഞ്ഞല്ലോ നിങ്ങള്. അയാൾക്ക് എന്തിനാണ് 8 ലക്ഷത്തിന്റെ ലോൺ? അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കില്ലേ? ഓ